സമരം ചെയ്യുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരു അനോമലിയാണ് ഫോർ ദ ഫാസിസ്റ്റ് ഫോഴ്സസ്, ഫോർ ദ ന്യൂ ഫാസിസ്റ്റ് ഫോഴ്സസ് ആൻഡ് ഫോർ സംഘ് പരിവാർ ആസ് എ ഹോൾ. അവർ സ്ത്രീകളെ വീട്ടിൽ അവരെ ഒരു കോണിലിരിക്കേണ്ട ആൾക്കാരായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ആ ഒരു ഐഡിയോളജിയുടെ ഭാഗം തന്നെയാണ് പോലീസും. അപ്പോൾ അവർ വിദ്യാർത്ഥികൾ എസ്പെഷ്യലി വിമൻ പ്രൊട്ടസ്റ്റേഴ്സിനെ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ ഭയങ്കര ഒരു ഡിസ്കംഫർട്ടാണ്. എങ്ങനെയെങ്കിലും അതൊന്ന് തടയണം. മെനി ഇൻസ്റ്റൻസസ് ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റ് സൈറ്റിലുണ്ടായത്, ഇവരുടെ കുറേ എംപ്ലോയീസ് ഉണ്ട് ഓൺലി ഫോർ ക്ലിക്കിംഗ് ഫോട്ടോഗ്രാഫ്സ്. ആ ഫോട്ടോഗ്രാഫ്സ് എടുത്ത് പിന്നെ എത്ര വിമനെയാണ് ഇവർ ഓൺലൈൻ ഡോക്സ് ചെയ്യണത്, അവരുടെ നമ്പർ കണ്ടുപിടിച്ച് എത്ര ഓൺലൈൻ ത്രെഡ്സും റേപ്പ് ത്രെഡ്സും ഡെത്ത് ത്രെഡ്സുമാണ് ഇവർ കൊടുക്കണമെന്ന് അതിനൊരു കണക്കില്ല. പിന്നെ നമ്മൾ പല വീഡിയോസിൽ കണ്ടു എങ്ങനെയാണ് തെരഞ്ഞു പിടിച്ച് സ്ത്രീകളെ ലാത്തി കൊണ്ട് അവരുടെ ദേഹത്തെ എങ്ങനെ ഉപദ്രവിക്കണം എന്നുള്ളൊരു തോട്ട് ആണ്. അത് അൺകോൺഷ്യസ് ആയിട്ടല്ല അവർ ചെയ്യണത്. അവർ ആ ഒരു കൃത്യം ചെയ്ത് കഴിഞ്ഞിട്ട് സൈഡിൽ നിൽക്കുന്നുള്ളൊരു പുരുഷ പോലീസിനെ നോക്കി ചിരിക്കുകയാണ് അവർ ആ വീഡിയോയിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നത്. അപ്പോൾ ദിസ് ഈസ് എ ഗ്രേറ്റ് ഡിസ്കംഫർട്ട് ദാറ്റ് വിമൻ ആർ കമ്മിങ് ആൻഡ് talking back to power, talking back to police is a big discomfort for those sitting in power. ആ ഡിസ്കംഫർട്ടിനെ മാറ്റാൻ വേണ്ടിയാണ് ഇവർ അവരുടെ വയലൻസിനെ വിമൻ്റെ ബോഡീസിൽ ഏൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. പക്ഷേ ഡിസ്പൈറ്റ് ദാറ്റ് നമ്മളിപ്പോൾ പാർട്ടിസിപ്പേഷൻ്റെ ലെവലിൽ നോക്കുകയാണെങ്കിൽ വിമൻ വർ അറ്റ് ദ ഫോർ ഫ്രണ്ട്. അത് സ്റ്റുഡൻറ്റ് മൂവ്മെൻ്റ് ആയിക്കോട്ടെ, ജന്തർ മന്ദിറിൽ നടന്ന 20th നടന്ന മാർച്ച് ആയിക്കോട്ടെ, വിമൻ വർ അറ്റ് ദ ഫോർ ഫ്രണ്ട് ലീഡിങ് ദ മാർച്ച്, ഗെറ്റിംഗ് ലാത്തി ചാർജ്, ഗെറ്റിംഗ് ടിയർ ഗ്യാസ്, ഡിസ്പൈറ്റ് ദാറ്റ് ബീങ് അറ്റ് ദ ഫോർ ഫ്രണ്ട്. അപ്പോൾ അതൊരു ഐഡിയോളജിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ആ ഒരു അങ്ങേയറ്റമുള്ള സ്ത്രീ വിരുദ്ധത. അത് ആ പോലീസ് യൂണിഫോമിൻ്റെ ഭാഗത്തും ഉണ്ട്. അതൊരു സ്ത്രീ പോലീസ് ആയിക്കോട്ടെ, അവരുടെ ഉള്ളിലും ആ ഒരു അങ്ങേയറ്റമുള്ളൊരു സ്ത്രീ വിരുദ്ധത. അതൊരു സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം തന്നെയാണ്. ആ രാഷ്ട്രീയം ഇവർ പോലീസ് യൂണിഫോം ഇടുമ്പോഴും മാറുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.